ഞാൻ ഫാദർ ആൻഡ്രോ മമ്പള്ളി, മാനന്തവാടി രൂപതയിലെ തവിഞ്ഞാൽ സെൻറ്റ് മേരീസ് ഇടവക വികാരിയാണ്. തവിഞ്ഞാൽ സെൻറ്റ് മേരീസ് ഇടവക ഇന്ന് ഇപ്പോൾ വളരെ ഒരു സന്തോഷത്തിൻ്റെയും ഒപ്പം ഒരു ആത്മനിർവൃതിയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ദിനത്തിലാണ്. കാരണം 1941 മുതൽ തവിഞ്ഞാൽ പ്രദേശത്ത് വയനാട്ടിലെ കുടിയേറ്റത്തിൻ്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ തവിഞ്ഞാൽ പ്രദേശത്തും കുടിയേറ്റക്കാർ ഉണ്ടായിരുന്നു. 1-2 വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ മുതൽ മാനന്തവാടി അമലോത്ഭവ ദേവാലയത്തിൽ നിന്നും തലപ്പുഴ സെൻറ്റ് തോമസ് ദേവാലയത്തിൽ നിന്നും വിശുദ്ധ ബലി അർപ്പണത്തിന് അങ്ങോട്ട് പോവുകയും അവിടെ നിന്ന് അച്ഛന്മാർ തിരികെ ഇവിടെ എത്തി വീടുകളിലും ഷെഡുകളിലുമൊക്കെ വിശുദ്ധ ബലി അർപ്പിച്ച് ആരംഭം കുറിച്ചിരുന്നു. അതിനെ തുടർന്ന് വിദ്യാഭ്യാസത്തിൻ്റെയും സാംസ്കാരികമായിട്ടുള്ളൊരു ഉന്നമനത്തിൻ്റെയും ലക്ഷ്യം വെച്ചുകൊണ്ട് 1944 തന്നെ സ്കൂൾ ആരംഭിച്ചു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനുശേഷം ആ വർഷങ്ങളിൽ തന്നെ വിശുദ്ധ ബലി പല സ്ഥലങ്ങളിലായിട്ട് അർപ്പിച്ച് തുടങ്ങിയിരുന്നു. അതിനുശേഷം 1958 തലശ്ശേരി അതിരൂപതയിലെ ഇടവകയായി തവിഞ്ഞാൽ സെൻറ്റ് മേരീസ് ഇടവക രൂപീകൃതമായത്. അതിനുശേഷം 1-2 താൽക്കാലിക പള്ളികളിൽ വിശുദ്ധ ബലി അർപ്പണവും കൂദാശകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും 1977 പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് നെച്ചിക്കാട്ടച്ചൻ വികാരിയായിരുന്ന സമയത്ത് 4 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന പുതിയ ദേവാലയം നിർമ്മിച്ച് ഉപയോഗപ്രദമാക്കിയത്. അതിനുശേഷം നാളിന്നോളം അന്നുണ്ടായിരുന്നതിനേക്കാളും ഇരട്ടിയിലധികമായിട്ട് കുടുംബാംഗങ്ങൾ വർദ്ധിച്ചു. ഇപ്പോൾ നിലവിൽ 450ഓളം കുടുംബങ്ങളുണ്ട്. എന്നാൽ അതിലുപരി തലപ്പുഴ, കരിമാനി, മുതിരേരി എന്നീ ഇടവകകൾ, കരിമാനി മുതിരേരി ഇടവകകൾ പൂർണ്ണമായും തലപ്പുഴ ഇടവകളിലേക്ക് ഭാഗികമായും ദൈവജനം മാറി പോകേണ്ട സാഹചര്യം വന്നിട്ട് പോലും 450ഓളം കുടുംബങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ഈ 40 വർഷത്തിലധികമായ ദേവാലയത്തിൻ്റെ കാലപ്പഴക്കം മൂലമുണ്ടായ ചില ജീർണതകളും അപകടാവസ്ഥകളും ഒപ്പം എണ്ണം വർദ്ധിച്ചതിനാലും കുടുംബാംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിനാലും ഒക്കെ സ്ഥലപരിമിതികൾ ഒത്തിരി ഉണ്ടായി. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമുക്കൊരു പുതിയ ദേവാലയം വേണ്ടതാണല്ലോ എന്നുള്ളൊരു ചിന്തയും ചർച്ചയും ഉണ്ടായിരുന്നു. 2015 ഞാൻ വന്നതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ ദൈവജനത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ദൈവത്തിനൊരു ആലയം, ഒരു ഭവനം വേണമെന്നുള്ള ചിന്ത വന്നു. അങ്ങനെ ഞങ്ങളതിനെക്കുറിച്ച് ആലോചനകൾ ആരംഭിച്ചു, പഠനം ആരംഭിച്ചു, അതിനേക്കാൾ ഉപരി പ്രാർത്ഥിച്ച് തുടങ്ങി. 2016 ഒരു സാമ്പത്തിക സമാഹരണത്തിന് എന്ന രീതിയിൽ ആൾക്കാർക്ക്, ഇടവക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു ധനശേഖരണത്തിന് വേണ്ടിയിട്ടൊരു പരസ്പര സഹായ നിധി രൂപീകരിച്ചു. അന്ന് തുടങ്ങി വർഷങ്ങളോളം പല രീതിയിൽ സാമ്പത്തിക സമാഹരണം നടത്തുവാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയെങ്കിലും തുടക്കത്തിലെ ആ സമയം സാഹചര്യങ്ങൾ മുതൽ തന്നെ ഏറെ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നോട്ട് നിരോധനവും GST വന്നു എങ്കിൽ പോലും അതിലൂടെ സാമഗ്രികൾക്കുണ്ടായ വിലക്കയറ്റവും അതുപോലെ തന്നെ ജലപ്രളയം 2 വർഷത്തെ കൃഷിനാശങ്ങൾ, വിളനാശങ്ങൾ, ഒപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കോവിഡ് എന്ന മഹാമാരി, ഇവയെല്ലാം ഞങ്ങളുടെ മുമ്പിൽ വളരെ വലിയ പ്രതിസന്ധികളായിരുന്നു. പക്ഷേ അവയെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോന്നു. അങ്ങനെ 2019 1 വർഷം കൊണ്ട് ഭാവിയിലേക്കൊരു പാരിഷ് ഹാളിൻ്റെയും കൂടി ഉപയോഗത്തിനായിട്ട് മനോഹരമായിട്ടുള്ള ഒരു പാരിഷ് ഹാൾ നിർമ്മിച്ച് 2019 ഡിസംബർ 8 വെഞ്ചരിച്ച് അവിടെ താൽക്കാലികമായി കുർബാന ചെല്ലുന്നതിന് ഞങ്ങൾ ആരംഭം കുറിച്ചിരുന്നു. അന്ന് തന്നെ പഴയ ദേവാലയം ഞങ്ങൾ പൊളിച്ച് മാറ്റുവാൻ തുടങ്ങി. 2020 ജനുവരി 22 പുതിയ ദേവാലയത്തിൻ്റെ തറക്കല്ലിട്ട് അഭിനന്ദന്മാർ ജോസ് പെരുന്നേടം പിതാവും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചു. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പ്രതിസന്ധി 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കോവിഡ് എന്ന മഹാമാരി വന്നതും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അവയും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തരണം ചെയ്ത് ഒരു കുറവും കൂടാതെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. തുടർന്നിങ്ങോട്ട് ദൈവജനം അവരാൽ കഴിയുന്ന അവർ തന്നെ എത്ര രൂപ തരാം എന്നുള്ള ഒരു സ്വതന്ത്രമായ ആഹ്വാനം നൽകിയതിന് പ്രകാരം അവർ തരാമെന്ന തുകകൾ തന്നും വിവിധ തരത്തിലുള്ള ആക്രി ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, മരവിഹിതം, ഏറ്റവും അവസാനം ഗോൾഡ് ചലഞ്ച്, അങ്ങനെ പല രീതിയിൽ ധനശേഖരണം നടത്തി
ഈ ദേവാലയം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. വെളി സമയം ഇടവക്കാർ എന്നതിനേക്കാൾ ഉപരി വിവിധ തരത്തിലുള്ള വിവിധ മേഖലകളിലുള്ള സഹോദരി സഹോദരങ്ങളെ നന്ദിയോടെ ഓർക്കുകയാണ്. അതിൽ വൈദികരും സിസ്റ്റേഴ്സുമുണ്ട്, നാനാജാതി മതസ്ഥരുണ്ട്, ഞങ്ങളുടെ അയൽവക്ക കുടുംബങ്ങളിലെ സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെയൊക്കെ ബന്ധുക്കളും മിത്രങ്ങളുമൊക്കെ പല രീതിയിൽ പ്രാർത്ഥിച്ചും അധ്വാനിച്ചും ഒപ്പം സാമ്പത്തികമായും ഒക്കെ സഹായിച്ചും ഞങ്ങളോട് കൂടെയുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ദൈവത്തിൻ്റെ ഒരു ആലയം എന്ന പദ്ധതിയുടെ പൂർത്തീകരണം ഏകദേശ രൂപത്തിൽ നടത്തുകയും അത് ഇന്ന് അഭിവന്ദ്യ ജോസ് പെരുന്നേടം പിതാവിനാൽ വെഞ്ചരിച്ച് കൂദാശ ചെയ്ത് കൂദാശകൾക്ക് അനുയോജ്യമാക്കി നൽകുന്നത്. അതിന് കൃപ നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക്, ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തി സ്വർഗീയ മധ്യസ്ഥ കൂടിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് ദൈവകൃപയ്ക്ക് വേണ്ടി യാചിക്കുവാനും പ്രാർത്ഥിക്കുവാനും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും എന്നെ ശ്രവിച്ചതിനും എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി, സാമ്പത്തികമായി അല്ലെങ്കിൽ വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ടോ അല്ലെ അവനവൻ തന്നെ അവനവന്റെ ഈ ദേവാലയം എന്ന് പറയുന്നത് ഇതൊരു പ്രതീകമാണ്. എന്തിന്റെ പ്രതീകം? നമ്മളാകുന്ന ഈ ദൈവിക ഈ പുരോഗതി മറ്റുള്ളവരും മോശയുടെ കൈപിടിച്ച് നരകശക്തികളെ കീഴ്പ്പെടുത്തി നിരന്തരം അതിനെ സംരക്ഷിക്കണമെന്ന് വിശ്വാസത്തിന്റെ ആഘോഷമായ ഏറ്റുപറച്ചിൽ വിശ്വാസം ജീവിക്കാനുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇനി ഈ സ്ഥലത്ത് പ്രവേശിക്കുന്നത് വീണ്ടും